സുപരിതയായ സ്ത്രീരത്നമാണ് ശ്രീമതി രാധാന്തർജനം. നിർവ്യാജമായ ഭക്തിയിൽ മുഴുകി ലോകത്തെ ഒരു തിരക്കിലും പെടാതെ സ്വസ്ഥയായി ഭാഗവത ഗ്രന്ഥവും പേറി നടന്ന് സത്സംഗവേദികളെ അനുഗ്രഹിച്ചു പോരുന്നു. നിരവധി ആചാര്യ ശ്രേഷ്ഠന്മാർക്ക് ഗുരുസ്ഥാനം വഹിക്കുന്ന ഭാഗവത ഗോകുലം ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായി മഹതി ഭാഗവത ശ്രോതാക്കൾക്കെല്ലാം മാതൃസ്ഥാനം അലങ്കരിക്കുന്നു. സ്വതസിദ്ധമായ പ്രഭാഷണ ശൈലി ആർക്കും ആനന്ദം പകരുന്നതും ഭഗവത് പ്രേമത്തിലേക്ക് പടിപടിയായി മാനവരാശിയെ കൈപിടിച്ചുയർത്തുന്നതുമാണ്. ചെറുപ്പം മുതൽ തൊട്ട് ചെയ്യുന്നതെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്താൽ പിന്നെ ജീവിതത്തിൽ തപസ്സിൻ്റെ ആവശ്യമില്ലെന്നും അറിവുള്ളവർ അതിൽ ലയിച്ച് ലക്ഷ്യത്തിലെത്തുക എന്നും അറിവില്ലാത്തവർ അറിവുള്ളവരെ പിന്തുടർന്ന ലക്ഷ്യത്തിലെത്തുക എന്നും ഉത്ബോധിപ്പിച്ചുകൊണ്ടുള്ള പ്രഭാഷണ രീതി ശ്രീമതി വെൺമണി രാധാന്തർജനത്തെ ഏറ്റവും ആദരവോടുകൂടി ബഹുമാന പുരസ്സരം പ്രഭാഷണ പീഠത്തിങ്കലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാധയെ കൃഷ്ണ. നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ വാസുദേവം പരം ഗുരും. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കുണിതാദൃദാനനെന്തോഃ മമ വാജി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാപി കാപി കാപി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. വാഗർത്ഥാവിവ സംവൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ പാർവതീ പരമേശ്വരൗ. വാഗർത്ഥാവിവ വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം. ഗംഗണപതയേ നമഃ. ഗുരുഭ്യോ നമഃ. സംസരസ്വത്യൈ നമഃ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്തുതീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മള്ളിയൂർ അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷത്തിൽ കാപിലം എന്നുള്ള വിഷയമാണ് ഇവിടെ സ്മരിക്കേണ്ടത്. വളരെ മനോഹരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു രംഗമാണത്. കപിലവാസുദേവരുടെ രൂപത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ഉപദേശം. ആ കഥ വർണ്ണിക്കാൻ പുറപ്പെടുമ്പം തന്നെ വിതുരൻ ചോദിക്കുകയാണ് മൈത്രേയനോട്, സ്വയംഭുവസ്യ ച മനോർവംശ പരമസമ്മത എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങണത്. ആ വംശം തന്നെ വളരെ ഗംഭീരാണ് എന്നാണ് പറയണത്. എല്ലാവരും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഓരോ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ജന്മവും എങ്ങനെ സാർത്ഥകമാക്കണം എന്നുള്ളത് പഠിപ്പിച്ചും കൊണ്ടാണ് എല്ലാവരും. ഇങ്ങനൊരു കഥ കാണാൻ പറ്റുമോ? നിശ്ചയമില്ല ഭാഗവതത്തിൽ. അതാണ് സ്വയംഭുവസ്യ ച മനോർ വംശ പരമസമ്മത എന്ന് പറഞ്ഞുകൊണ്ട്. മനുവിൻ്റെ വംശം നമ്മളുടെ ഒരു പഴയ മുത്തശ്ശനാണ് എന്ന് പറയാം. മനുവിൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ മാനവന്മാരായത്, മനുഷ്യന്മാരായത്. അപ്പോൾ അങ്ങനെയുള്ള ആ മനുവിൻ്റെ വംശത്തിൽ, അതാണ് അമ്മയെ കപിലവാസുദേവർ മാനവി എന്ന് വിളിക്കുന്നുണ്ട്.
അപ്പം ആ എല്ലാ ഗുണങ്ങളും, അച്ഛൻ്റേതായ എല്ലാ ഗുണങ്ങളും ദേവഹൂതിയിൽ പ്രത്യേകിച്ച് പുത്രിമാർക്കൊക്കെ ഉണ്ടെങ്കിലും കുറച്ചധികം ഒരു ഗുണം ദേവഹൂതിക്കുണ്ടോ എന്ന് തോന്നും നമുക്ക്. ഏതായാലും അപ്പോൾ എല്ലാം കൊണ്ടും ആ കഥയിലെ എല്ലാവരും തന്നെ നമ്മളെ എങ്ങനെ വേണം ജീവിതം എന്നുള്ളത് പഠിപ്പിച്ചും കൊണ്ടാണ് മുന്നേറണത് എന്ന് കാണിക്കുകയാണ്. കപിലവാസുദേവരുടെ മുമ്പിൽ കപിലവാസുദേവരുടെ ഉപദേശം ആണല്ലോ കാപിലം. എങ്ങനെയാണ് അവിടേക്ക് എത്തിയത് ദേവഹൂതി ദേവി? ആ ഓരോ പ്രായത്തിലും ആ വേണ്ടതായ എല്ലാ ഗുണങ്ങളും നിറഞ്ഞു നിന്നിരുന്നു എന്ന് കാണിക്കുകയാണ്. അച്ഛനായിട്ടുള്ള സ്വയംഭുവ മനു, ഭർത്താവായിട്ടുള്ള കർദമ പ്രജാപതി, ഓരോരുത്തരെയും വേണമെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം. ഇപ്പോൾ ഭാഗവതത്തിൽ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കേട്ടുല്ലോ, ഭക്തിയാണ് സമ്പാദിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഭക്തിസ്വരൂപമാണ് ഭാഗവതം, ഭക്തിയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് എന്ന് കാണിക്കണു. എല്ലാവരും അവസാനം എത്തിച്ചേരണത് അവിടെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥ. അതിൽ കർദമ പ്രജാപതി, ഭർത്താവായിട്ടുള്ള കർദമ പ്രജാപതി വളരെ കാലം ആണ് ആദ്യം തന്നെ തപസ് ചെയ്യണത്. ആദ്യം തന്നെ ജീവിതം ആരംഭിക്കണത് ഭഗവത് സേവയെ കൂടിയിട്ടാണ് എന്ന് നമ്മളെ പഠിപ്പിക്കണു. അപ്പം എങ്ങനെ വേണം ഓരോരുത്തരുടെ, ഇപ്പോൾ പ്രഹ്ലാദൻ പറയണില്ലേ, കൗമാരാചരയിൽ പ്രാജ്ഞ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദേശം തുടങ്ങണത്. കുട്ടിക്കാലത്ത് തന്നെ ഭഗവാനെ സേവിക്കണം എന്ന് പ്രഹ്ലാദൻ പറയുന്നുണ്ട്. അതുപോലെ കർദമ പ്രജാപതി ഇവിടെ ജീവിതം ആരംഭിക്കണത് സരസ്വത്യാം തപസ്തേപേ സഹസ്രാണാം സമാദശ. അച്ഛനായിട്ടുള്ള ബ്രഹ്മാവ് പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നാണ് കർദമ പ്രജാപതി ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കർദമ പ്രജാപതി ഓരോ അംഗങ്ങളിൽ നിന്ന് പുത്രന്മാരുണ്ടായ കഥകൾ പറയുമ്പോൾ നിഴലിൽ നിന്നാണ് കർദമ പ്രജാപതി ഉണ്ടായത്. ആ കർദമനോട് ബ്രഹ്മാവ് പറഞ്ഞത്, അങ്ങ് ആദ്യം ഭഗവാനെ സേവിക്കൂ, ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വേണം ജീവിതം ആരംഭിക്കാൻ, സൃഷ്ടി വർദ്ധിപ്പിക്കുക. അതാണ് ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരോടൊക്കെ പറയുക ആദ്യം. അതനുസരിച്ച് കർദമ പ്രജാപതി അച്ഛൻ പറയണത് കേൾക്കണമല്ലോ, ആദ്യം വേണ്ട വലിയൊരു ഗുണം അതാണ്. അത് ചെയ്തു. അതെങ്ങനെ ചെയ്തു? ഭഗവാനെ ചേർത്ത് ചെയ്തു എന്നാണ്. അങ്ങനെയാണ് ജീവിതം സഫലാക്കിയിരിക്കുന്നത് കർദമ പ്രജാപതി. തതസമാധിയുക്തേന ക്രിയായോഗേന കർദമ 10,000 കൊല്ലാണ് സരസ്വതി നദീ തീരത്ത് അദ്ദേഹം ഭഗവാനെ തപസ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. സമാധിയും ക്രിയായോഗവും, കുറേ നേരം പൂജിക്കും, കീർത്തനങ്ങൾ ചെല്ലും, അത് കഴിഞ്ഞാൽ ഭഗവാനെ നല്ലോണം ധ്യാനിക്കും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തപസ് എന്ന് കാണിക്കുകയാണ്. അങ്ങനെ 10,000 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പുഷ്കരാക്ഷകൃതയുഗേ താമരക്കണ്ണനായിട്ടുള്ള കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ആ കർദമ പ്രജാപതിയുടെ മുമ്പിൽ പ്രത്യക്ഷമായത്. വളരെ മനോഹരമായിട്ടുള്ള ആ രൂപത്തിൽ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷമാവാൻ 10,000 കൊല്ലം വേണ്ടി വന്നു എന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായ സമയത്ത് കർദമ പ്രജാപതിയോടുള്ള വാത്സല്യം കൊണ്ട് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് ആ കാരുണ്യ ബിന്ദു പ്രവഹിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം കർദമ പ്രജാപതിയുടെ തപസ്? അതാണ്. അപ്പം അതിൽ അദ്ദേഹം അപ്പോഴേ ഭഗവാന്റെ ഇന്നുള്ള അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തിനാ വരമൊക്കെ? അതാണ്. പക്ഷേ ഭഗവാനെ സേവിക്കും തോറും പറഞ്ഞില്ലേ, നമ്രാണം സന്നിധത്തെ, ഭട്ടതിരിപ്പാട് പറഞ്ഞില്ലേ, ഭഗവാനെ സേവിക്കണതിൻ്റെ ഒരു മാഹാത്മ്യം അതെത്ര പറഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞാൽ അതെത്ര കിട്ടിയാലും കഴിയണതല്ല എന്ന് കാണിക്കുകയാണ് അപ്പം ഈ കഥയെ കൂടിയിട്ട്. എന്താ വെച്ചാൽ ഇപ്പം ദാ വരം തന്നു, കർദമ പ്രജാപതി ഗംഭീരമായിട്ട് സ്തുതിച്ചു ഭഗവാനെ കണ്ടപ്പോൾ. ആ ഉള്ളത് മാത്രമാണ് സ്തുതിച്ചത്.
ഇപ്പം നമ്മളൊക്കെ പറയില്ലേ, ആരോ ഉണ്ടാക്കിയതാണെങ്കിലും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഐഹികമാകും സുഖത്തിലഹോ കൃഷ്ണ അയ്യോ എനിക്കൊരു മോഹമില്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് മോഹങ്ങൾ ഉള്ളിലുണ്ടാവും. അതൊക്കെ വെച്ചിട്ടാവും നമ്മൾ ഭഗവാനെ സേവിക്കണത്. പക്ഷേ ഭഗവാനോട് ഒന്നാം തരം കളവ് പറയാൻ ഒരു വിഷമമില്ല. നമ്മൾ പറയും, ഈശ്വര എനിക്കൊരു മോഹമില്ലേ, ഭക്തി വേണേ ഭക്തി വേണേ എന്നൊക്കെ പറയാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളുടെ ഓരോ മോഹങ്ങൾ പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇതാണ് നമ്മളുടെ ഒരു സ്വഭാവം. പക്ഷേ കർദമ പ്രജാപതി എന്താ പറഞ്ഞത്? ശരിക്കും അവിടുത്തെ സേവിച്ചാൽ ഐഹികമായിട്ടുള്ള ഓരോ മോഹങ്ങളൊക്കെ പറയണത് മഹാമോശമാണ്. പക്ഷേ എന്നോട് അച്ഛൻ പറഞ്ഞതിനനുസരിച്ച് ഞാൻ പിന്നെ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ മോഹിക്കണു. അതിന് പാകത്തിന് ഒരാളെ എനിക്ക് പത്നിയായിട്ട് കിട്ടണം. എന്താ കാരണം? അതോ ഞാൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാലും എനിക്കതിൽ ബന്ധം ഉണ്ടാവരുത്. എനിക്ക് ബന്ധം അവിടുന്നായിട്ടായിരിക്കണം. ഭഗവത് ഭക്തി ഒരിക്കലും ഇല്ലാണ്ടാവരുത്. ബന്ധം, സ്നേഹം അത് അവിടുത്തോട് മാത്രമായിരിക്കണം. ആ വേണ്ടതൊക്കെ ചെയ്യാറാവുക. പക്ഷേ വിവേകാനന്ദ സ്വാമികൾ പറയാറുണ്ട് എന്ന് പറയാറില്ലേ, ഒരു കൈകൊണ്ട് ഭഗവാന്റെ പാദം പിടിക്കുക, ഒരു കൈകൊണ്ട് നമുക്ക് പല കർമ്മങ്ങളും ചെയ്യാനുണ്ടാവും. അതൊന്നും ചെയ്യണ്ട എന്ന് പറയണില്ല, അതൊക്കെ ചെയ്യാം. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഗോപസ്ത്രീകളും അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം നമ്മൾ കേട്ടില്ലേ, ആഹുശ്ചതേ നളിനനാഭ എന്ന് കേട്ടില്ലേ? അപ്പം അതാണ് കർദമ പ്രജാപതിയും പ്രാർത്ഥിച്ചത്. ഭഗവാന്റെ എത്ര മനോഹരമായിട്ടുള്ള മറുപടി ഉണ്ടായത്. അതിനൊരു കുഴപ്പമില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അങ്ങക്ക് വിവാഹം കഴിക്കാനുള്ള പെൺകുട്ടിയും കൊണ്ട് ഇവിടെ വരുമോ ആൾക്കാർ? അങ്ങ് വിവാഹം കഴിച്ചോളൂ, പിന്നെ ബന്ധം ഉണ്ടാവരുത് എന്ന് പറഞ്ഞില്ലേ? സാരില്ല, ഒരു 9 പെൺകുട്ടികളുണ്ടാവുമെന്ന്. നന്നായില്ലേ? അപ്പോൾ ആ ഭഗവാന്റെ ആ വളരെ സരസായിട്ടുള്ള വർത്തമാനം, ആ സംഭാഷണം നമുക്ക് എവിടെയും എല്ലാ കഥകളിലും കാണാൻ പറ്റും. ഒരു തമാശയാണ്. ഭക്തന്മാരെ അനുഗ്രഹിക്കുക, ഭക്തന്മാർക്ക് വരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ അതൊരു രസമാണ്. അതാണ്. എന്നിട്ട് പിന്നെ അടുത്ത വാക്ക് എന്താ പറയണത്? അത് കഴിഞ്ഞ് 10ാമനായാൽ ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് വന്നോളാട്ടോ എന്ന്. ഇനി ഇതിലധികം ഒരു ഭാഗ്യം ഉണ്ടാവാനുണ്ടോ? അതാണ് നേരത്തെ അനുസ്മരിച്ചത്. നമ്മൾ അങ്ങോട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണ്ട, നമ്മൾ ചുമ്മാ ഭഗവാനെ സേവിച്ചാൽ മതി. വെറുതെ നാമം ജപിച്ചാൽ ഫലമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അർത്ഥം അറിയാണ്ട് വെറുതെ നാമം ജപിച്ചാൽ എന്താ കാര്യം എന്ന് ചോദിക്കാറുണ്ട്. അത് മതി എന്ന് പറയണം ഭാഗവതം. ഓരോ കഥ ആരംഭിക്കുമ്പം തന്നെ നമ്മളെ അതാണ് പഠിപ്പിക്കണത് എന്ന് തോന്നും. ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല, എന്നെ സംസാരബന്ധത്തിൽ കൊടുക്കരുതേ എന്ന് മാത്രമേ കർദമ പ്രജാപതി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എനിക്ക് സംസാരബന്ധം ഉണ്ടാവരുതേ, ഭഗവത് ഭക്തി തരണേ എന്ന് മാത്രമേ പറഞ്ഞതിൻ്റെ ചുരുക്കമുള്ളൂ. പക്ഷേ നോക്കൂ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ. അങ്ങ് സുഖമായിട്ട് വിവാഹം കഴിച്ചോളൂ. അതും ആരെയാ വിവാഹം കഴിക്കണത്? 2 ദിവസം കഴിഞ്ഞ് ഭഗവാൻ വരങ്ങളൊക്കെ കൊടുത്തു, ഭഗവാൻ അന്തർധാനം ചെയ്തു. പിന്നെ ഭഗവാന്റെ വാക്കനുസരിച്ച് കർദമ പ്രജാപതി ഇവിടെ കാത്തിരിക്കണു. മനു തൻ്റെ പത്നി ശതരൂപ പുത്രി ദേവഹൂതിയായിട്ട് അവിടെ വന്നു. എന്നിട്ട് മനു പറയുകയാണ്, അങ്ങ് വിവാഹം കഴിക്കാൻ സന്നദ്ധനാണെന്ന് അറിഞ്ഞു. അങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ എൻ്റെ മകള് അങ്ങേ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ്. കാരണം നാരദനിൽ നിന്ന് മനസ്സിലായി അങ്ങ് വിവാഹത്തിന് തയ്യാറാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ്, അവിടുത്തേക്കോ ചോദിക്കുകയാണ് മനു. അപ്പോൾ പിന്നെ കർദമ പ്രജാപതിയുടെ മറുപടി എന്താ? അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങയുടെ പുത്രിയെപ്പോലെ ഒരു സർവ്വഗുണസമ്പന്നയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആരാ മോഹിക്കാണ്ടിരിക്കുക? വിവാഹം കഴിക്കണോ എന്ന് ചോദിച്ചാൽ ആരാ വേണ്ടെന്ന് പറയുക? അപ്പോൾ എനിക്ക് സമ്മതമാണ്, പക്ഷേ ചില നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണം. അതാണ് സന്താനം ഉണ്ടായാൽ ഞാൻ സന്യസിക്കും എന്ന് പറഞ്ഞപ്പോഴും ദേവഹൂതി അതിനെ വളരെ പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും തൻ്റെ മന്ദഹാസസുന്ദരമായ മുഖം കൊണ്ട് തൻ്റെ സമ്മതം അറിയിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ ആ വിവാഹം നടക്കുന്നത്. നോക്കൂ എത്ര മനോഹരമായിട്ടാണ്. അപ്പോൾ നല്ല അതിമനോഹരിയായിട്ടുള്ള വളരെ നല്ല ഗ്രാമീണത നിറഞ്ഞ ഒരു പെൺകുട്ടിയുടെ മുഖമാണ് നമുക്കവിടെ കാണാൻ പറ്റുക. വലിയൊരു ചക്രവർത്തി കുമാരിയെ അല്ല നമുക്കവിടെ കാണാൻ പറ്റുക.
അത്രയും സൽസ്വഭാവിയായിട്ടുള്ള എല്ലാ സർവഗുണസമ്പന്നയായിട്ടുള്ള ആത്മജാം അസിതാപാങ്കിം വയശീല ഗുണാൻവിതാം എന്ന് പറഞ്ഞത് വെറുതെയല്ല എന്ന് പിന്നെ ആ മുഖം കണ്ടാൽ അറിയാം നമുക്ക്. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പോഴോ ഉടനെ കർദമ പ്രജാപതി തപസ്സാണ് ആരംഭിച്ചത്. എത്ര കാലം തപസ് ചെയ്തതെന്ന് പറയണമൊന്നുമില്ല ഭാഗവത്തിൽ. കുറച്ച് കഴിഞ്ഞ് കണ്ണു മിഴിച്ച് നോക്കിയപ്പോഴേക്കെന്താ ദേവഹൂതി ആ പഴയ ദേവഹൂതി അല്ലാണ്ടായിരിക്കണമെന്നാണ്, മെലിഞ്ഞ മുടിയൊക്കെ ജട പിടിച്ച്. അപ്പോഴാണ് ആലോചിച്ചത്, അല്ല ഇങ്ങനെയാണോ താൻ ചെയ്യേണ്ടത്? ഹേയ്, ഒരു വിവാഹമൊക്കെ കഴിച്ചാൽ അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കേണ്ടത് തൻ്റെ കടമയല്ലേ എന്ന് അപ്പോഴാണ് കർദമ പ്രജാപതി ആലോചിക്കണത്. എന്ത് വേണം ദേവഹൂതി, എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറയുകയാണ്. അപ്പോൾ പഴയ നമ്മളുടെ ഭാരതീയ സംസ്കാരമൊക്കെ വളരെ, ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്നറിയില്ല, പക്ഷേ ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് തീർച്ചയാണ്. വളരെ ഒരു ആദർശം നിറഞ്ഞതായിട്ടുള്ള കഥയാണ് ഈ കഥ എന്ന് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ദേവഹൂതിയുടെ ആ ഒരു സംസ്കാരമാണ് എല്ലാ ഗുണങ്ങളും ദേവഹൂതിയിലേക്ക് എത്തിച്ചിരിക്കണത് എന്ന് നമുക്ക് തോന്നും. അപ്പം പറഞ്ഞത് എന്താ, സാധാരണ പെൺകുട്ടികൾ മോഹിക്കണ മാതിരി ഒരു നല്ല ഒരു ദാമ്പത്യ ജീവിതം അല്ലേ, നല്ലൊരു ഭർത്താവിനെ കിട്ടിയ ആ ഭർത്താവിന് അനുരൂപനായിട്ടുള്ള ഒരു സന്താനം, അത് തന്നെയാണ് ഞാനും മോഹിക്കണത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിഗംഭീരമായി പിന്നെ അവരുടെ ദാമ്പത്യം. എവിടെയൊക്കെ ആ മധുവിധു ഉണ്ടായിരിക്കണത്. അപ്പം എല്ലാ സമ്പൽ സമൃദ്ധികളും ഭഗവാൻ ദാ അവർക്ക് കൊടുക്കണു. അതും വലിയൊരു പാഠമാണ്. എന്താ, എല്ലാ ഭഗവാൻ തരണ സുഖങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള ആനന്ദത്തോടു കൂടി അനുഭവിക്കണം എന്നുള്ളൊരു പാഠം. എന്താ കാരണം? ഇത് ഭഗവാൻ തരണതാ. അപ്പം പിന്നെ അതിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കണം എന്നില്ല. പക്ഷേ ഒരു കൈ കൊണ്ട് ഭഗവാന്റെ പാദം പിടിക്കണം, വിടരുത് എന്ന് പറയണില്ലേ, അത് അവിടെയും കാണിച്ചു തന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ 100 കൊല്ലം കഴിഞ്ഞിരിക്കണത് 9 പെൺകുട്ടികളുടെ അമ്മയായി കഴിഞ്ഞു. 9 രൂപ എടുത്തിട്ടാണ് ദേവഹൂതിയെ ആനന്ദിപ്പിച്ചിരിക്കുന്നത് കർദമ പ്രജാപതി. 9 പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു. വിമാനം താഴെ ഇറങ്ങി 7 നിലയുള്ള അതിമനോഹരമായിട്ടുള്ള വിമാനത്തിലായിരുന്നു അവരുടെ ആ മധുവിധു ആഘോഷം. 7 പെൺകുട്ടികളോടുകൂടി പിന്നെ താഴെ ഇറങ്ങിയപ്പോഴോ മറന്നില്ല കർദമ പ്രജാപതി തൻ്റെ ആ പഴയ സന്യാസി വേഷമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്ത് സന്യസിക്കാൻ പുറപ്പെട്ടപ്പോഴോ എത്ര മനോഹരമായിട്ടുള്ള വാക്കാണ് പിന്നെ ദേവഹൂതി പറഞ്ഞിരിക്കണത്. എന്താ അത്, അങ്ങ് ചെയ്തത് വളരെ ശരിയാണ്, അതിന് ഒട്ടും ഒരു തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങ് പണ്ട് പറഞ്ഞതാണ്, പക്ഷേ എനിക്ക് ലേശ അബദ്ധം പറ്റി എന്ന് പറയുകയാണ്. അവിടുത്തെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയാൽ എന്ത് വേണം? ഭഗവാനിൽ ഭക്തി സമ്പാദിക്കണം. വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന, ആ ഭക്തിഭാവമാണ് സമ്പാദിക്കേണ്ടത്. പക്ഷേ ഞാൻ കുറച്ച് ഭഗവാന്റെ മായയിൽ വീണു പോയോ എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഈ 9 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കണ്ടേ? അതേമാതിരി എന്നെ ഭഗവാന്റെ അടുത്ത് എത്തിക്കാൻ പ്രാപ്തനായ ഒരു പുത്രൻ നമുക്കുണ്ടാവണ്ടേ എന്നാണ് ദേവഹൂതി ഓർമ്മിപ്പിച്ചത്. അതൊക്കെ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ പാകമായി. ഭഗവാന്റെ അവതാരം ഉണ്ടാവും എന്ന് ഭഗവാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് മറന്ന് കർദമ പ്രജാപതി സന്യസിക്കാൻ പോയാൽ ആർക്കാ നഷ്ടം? അപ്പം നല്ല പാകമായി ഓർമ്മിപ്പിച്ചത്. ശ്രദ്ധയാജൈശ്വരം ഭജ എന്നാണ് പിന്നെ അവിടുന്ന് പിന്നെ മറുപടി ഉണ്ടായത്. ഒട്ടും പേടിക്കണ്ട, ഭഗവാനെ സേവിച്ചോളൂ എന്നാണ്. സംഗോയ സംസൃതർഹേതുരസൽസു വിഹിതോ ധിയ സ ഏവ സാധുഷു കൃതോ നിസ്സംഗത്വായ കൽപ്പതേ. സ്വതവേ വേണ്ടത് സജ്ജന സംസർഗം കൊണ്ട് ആ നല്ല ബുദ്ധി ഉണ്ടാവേണ്ടത് എനിക്കുണ്ടാവാൻ ലേശം താമസിച്ചു എന്ന് പറയുകയാണ്. നേഹയൽ കർമ്മധർമായ ന വിരാഗായ കൽപ്പതേ. ആ ധർമ്മം വേണ്ട പോലെ അനുഷ്ഠിക്കുമ്പോൾ വൈരാഗ്യം ഉണ്ടാവും. ആ വൈരാഗ്യത്തോട് കൂടിയിട്ട് ഭഗവാനെ സേവിച്ചാൽ പിന്നെ വേണ്ടതൊക്കെ കിട്ടും. ഇതൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ മരിച്ചതിന് തുല്യമാണ് എന്നാണ് പറയുക. എത്ര ഗംഭീരമായിട്ടാണ് ഓരോ വാക്കുകളെന്ന് പറഞ്ഞാൽ അവസാനിക്കില്ല. അപ്പോൾ എന്താ ഇതിനൊക്കെ കാരണം? എന്താ അതൊന്നും എനിക്ക് ഓർമ്മയില്ലാതെ ആയത്?
വഞ്ചിതാമായയാ ദൃഢം, ഭഗവാന്റെ മായയിൽ ഞാൻ വീണുപോയി എന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അപ്പോഴാണ് മനസ്സിലായത്, ശരിയാ പറഞ്ഞത് വളരെ ഗംഭീരായി. തപോദ്രവിണദാനൈശ്ച ശ്രദ്ധയാ ചേശ്വരം ഭജ എന്നാണ്. വേണ്ട പോലെ ഭഗവാനെ സേവിച്ചിരുന്നോളൂ, അധികം താമസിക്കാതെ ഭഗവാൻ വരും നമ്മളുടെ അടുത്തേക്ക്. പറഞ്ഞ പോലെ ദാ ഭഗവാന്റെ കപിലാവതാരം ബ്രഹ്മാവ് വന്ന് ഗംഭീരമായിട്ട് സ്തുതിച്ചു, ദേവന്മാരൊക്കെ ആഘോഷിച്ചു ആ ഭഗവാന്റെ കപിലാവതാരം. അതൊക്കെ കഴിഞ്ഞ് ബ്രഹ്മാവ് വന്ന സമയത്ത് ഭഗവാന് വലിയൊരു സഹായവും ചെയ്തു കൊടുത്തു എന്നാണ് സജ്ജനങ്ങൾ അനുസ്മരിക്കാറുള്ളത്. കാരണം കുട്ടികളെയൊക്കെ വേഗം വിവാഹം കഴിച്ചു കൊടുക്കണമല്ലോ. പിന്നെ അതല്ല, കർദമ പ്രജാപതി സന്താനം ഉണ്ടായാൽ സന്തോഷിക്കും, സന്യസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. താമസിക്കാതെ കർദമ പ്രജാപതി സന്യസിച്ചു പോവും. അപ്പം ഈ കുട്ടികളുടെയൊക്കെ വിവാഹം ആര് നടത്തും? അതാണ് എല്ലാം വളരെ വളരെ ചിട്ടയായിട്ട് ഗംഭീരമായിട്ടാണ്. ആദ്യം കർദമ പ്രജാപതിയോട് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമായി ഉണ്ണി, അങ്ങയോട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ പറഞ്ഞാൽ ആരും ഗൃഹസ്ഥാശ്രമം കൊണ്ട്, അത് ബ്രഹ്മചര്യം കൊണ്ടാണെങ്കിലും പിന്നെ ഗൃഹസ്ഥാശ്രമം കൊണ്ടാണെങ്കിലും വാനപ്രസ്ഥം കൊണ്ടാണെങ്കിലും സന്യാസം കൊണ്ടാണെങ്കിലും സമ്പാദിക്കേണ്ടത് ഗുരുവായൂരപ്പനെയാണ്. അത് ഏതുകൊണ്ടാണെങ്കിലും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ വെറുതെയായി. ഇപ്പം അങ്ങ് ഗൃഹസ്ഥാശ്രമത്തിൽ കൂടി സമ്പാദിച്ചത് ആരെയാ? ഭഗവാനെയാ. അപ്പം എനിക്ക് വളരെ സന്തോഷമായി എന്നുള്ള അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ സന്തോഷ വാക്ക്, ആ കുരുത്തം എന്ന് പറയില്ലേ നമ്മൾ, അത് മേടിച്ചു കർദമ പ്രജാപതി. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് എന്താ ചെയ്തത്? തൻ്റെ പുത്രന്മാരെയൊക്കെ വിളിച്ചു. ദാ ഇവിടെ ഉള്ള ഈ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചോളാൻ പറഞ്ഞു. ആർക്കാ അതിൽ വിവാഹം വേണ്ട എന്നുള്ളത്? നാരദൻ പറഞ്ഞു, വളരെ സന്തോഷം, എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ 10 പുത്രന്മാരാണ് ബ്രഹ്മാവിനെ. ബാക്കി 9 പുത്രന്മാരും ഈ 9 പുത്രിമാരെ, ദേവഹൂതിയുടെ പുത്രിമാരെ വിവാഹം കഴിച്ചു. എത്ര എളുപ്പമായി സമൂഹ വിവാഹം. എല്ലാവരോടും അവരവരുടെ ആശ്രമത്തിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു ബ്രഹ്മാവ് തന്നെ. എന്താ കാരണം? ഇവിടെ ഉപദേശം നടക്കാൻ പോവുക. അപ്പോൾ ആ രംഗം വളരെ ശബ്ദങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായാൽ പറ്റില്ല, വളരെ സൈലൻ്റ് ആവണം. അതിനുള്ള രംഗം ഒരുക്കി ബ്രഹ്മാവ്. കർദമ പ്രജാപതി വന്നു, എന്നാൽ ഞാൻ സന്യസിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് ഭഗവാനോട്. പരിവ്രജൽപദവീമാസ്ഥിതോഹം ചരിഷ്യേ ത്വാം ഹൃദയുഞ്ജൻ വിശോക. ആദ്യമേ പറഞ്ഞതാണല്ലോ, അതനുസരിച്ച് ശരി അച്ഛൻ പൊയ്ക്കോളൂ എന്നാണ്. എന്തേ? ഇപ്പം എല്ലാവർക്കും ഒരു സംശയം തോന്നും, സന്യസിച്ചു പോയാൽ സമ്പാദിക്കേണ്ടത് ഭഗവാനെയാണ്, ആ ഭഗവാൻ ഇങ്ങോട്ട് വന്നാൽ പിന്നെ എന്തിനാ സന്യസിച്ചു പോണത് എന്നൊരു സംശയം വരും. അതാണ് അത്രമാത്രം മനസ്സിനെ വിശ്വസിക്കരുത് എന്ന് ഓരോരുത്തരും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ദേവഹൂതിയെ പോലെ ഒരു പത്നി, കപില വാസുദേവരെ പോലെ ഒരു പുത്രൻ. വസുദേവൻ തന്നെ പറയണില്ലേ, എനിക്ക് ഭഗവാനായിട്ട് കാണാൻ പറ്റണില്ല, പുത്രനായിട്ടേ കാണാൻ പറ്റണുള്ളൂ എന്ന് പറയുന്നില്ലേ ഭാഗവതത്തിൽ. അതുപോലെ സ്നേഹം എവിടെയാ ചെന്ന് പിടിക്കുക എന്നറിയില്ല, വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് കർദമ പ്രജാപതി സന്യസിച്ചു പോയത്, ഭഗവാനെ മാത്രം ഏകാന്ത ഭാവേന എന്ന് പറയാറില്ലേ, അതിനാണ് സന്യസിച്ചു പോയത് എന്ന് പറയാറുണ്ട്. ഭഗവാനും പറഞ്ഞു, ഗച്ഛകാമമയാ പൃഷ്ടോമയി സന്യസ്ത കർമ്മണ. ശരി, എന്നിലൊക്കെ സന്യസിച്ച് അങ്ങ് പിന്നെ കാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അച്ഛനെ യാത്രയാക്കി. അമൃതത്വായ മാം ഭജ, ഇനി അങ്ങയ്ക്കൊന്നും ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് ആ മോക്ഷസ്വരൂപനായ ആനന്ദസ്വരൂപനായ എന്നെ സങ്കല്പിച്ച് അങ്ങ് കാട്ടിൽ സഞ്ചരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ യാത്രയാക്കിയത്. അപ്പം അതും ഗംഭീരായി. പിന്നെ എന്താ, അവിടെ കുറച്ച് ദിവസം ഇങ്ങനെ താമസിച്ചു എന്ന് പറയുകയാണ്. അമ്മയ്ക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശം കൊടുക്കണം, അത് തന്നെയാണ് ദേവഹൂതിക്കും. ഒരു പറയുന്നുണ്ട് അവിടെ, പ്രത്യേകിച്ച് കർദമ പ്രജാപതി ഒരു സംശയം തോന്നി ഇത്രേ. കർദമ പ്രജാപതി ഒന്നങ്ങനെ തിരിഞ്ഞു നോക്കിയെന്നാണ്. താൻ വിവാഹം കഴിച്ച തൻ്റെ പത്നി ഇരിക്കണു, ഉപേക്ഷിച്ച് പോയാൽ ശരിയാണോ സന്യാസം? അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ അവിടെ എത്തുന്നതിൻ്റെ മുമ്പേ അമ്മയെ ഞാൻ അവിടെ എത്തിച്ചോളാം എന്നാണ് ഭഗവാന്റെ വാക്കെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പുത്രൻ ഉണ്ടായാൽ പിന്നെന്താ ഭയപ്പെടാനുള്ളത്? അങ്ങനെയാണ് കർദമ പ്രജാപതി യാത്രയായത്. അവിടെയും ഭഗവാന്റെ ഒരു സങ്കല്പം ഉണ്ടായാൽ
പിന്നെന്താ വൈരാഗ്യം വരാൻ എളുപ്പം? 6-7 നില ഉള്ള അതിഗംഭീരമായിട്ടുള്ള വിമാനമാണോ വിമാനം, കൊട്ടാരാണോ കൊട്ടാരം, സകല വിധത്തിലുള്ള സൗകര്യങ്ങൾ, അപ്സര സ്ത്രീകൾ ഒക്കെയാണ് ശുശ്രൂഷിക്കാൻ. പിന്നെ ദേവഹൂതി ദേവിയെ അത് എല്ലാ സർവഗുണസമ്പന്നകളായിട്ടുള്ള 9 പുത്രിമാർ. ഓരോരുത്തരുടെ പേര് കേട്ടാൽ പിന്നെ അവരുടെ പാപമൊക്കെ തീരും. അത്ര മനോഹരികൾ അല്ലെങ്കിൽ വിശുദ്ധകളായിട്ടുള്ള പുത്രിമാർ. അങ്ങനെയുള്ള ദേവഹൂതിക്ക് പൂർണ്ണ വൈരാഗ്യം വരിക വേണം, എന്നിട്ടേ ഉപദേശം തുടങ്ങുള്ളൂ എന്നുള്ളതാണ് ഭഗവാന്റെ സങ്കല്പം. അതാണ്. അങ്ങനെ പരമവിരക്തി വന്ന് ചോദിക്കുമ്പോഴേ ഇതൊക്കെ പറയാവൂ ഭഗവാനെക്കുറിച്ചുള്ളത് എന്നൊക്കെയാണ്. എന്താ ഒരവസ്ഥ ഭഗവാന്റെ കഥകൾക്ക്, ഭഗവാന്റെ നാമമാഹാത്മ്യങ്ങൾക്ക്. ആ കഥകളുടെയൊക്കെ ഒരു മാഹാത്മ്യം ആലോചിച്ചാൽ നമ്മളോടൊക്കെ ഭഗവാൻ ചെയ്യണ കാരുണ്യത്തിൻ്റെ ഒരു സീമാതീതമായിട്ടുള്ള അവസ്ഥ എത്രയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ സജ്ജനങ്ങളുടെ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ, മഹാഗണപതിയുടെ ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ദിവ്യ സന്നിധിയിൽ ദിവ്യന്മാരായിട്ടുള്ള സജ്ജനങ്ങളുടെയൊക്കെ സംസർഗം ഒക്കെ നമുക്ക് കിട്ടണത് എന്നുള്ളത് ഭഗവാന്റെ കഥകളിൽ കൂടിയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദേവഹൂതി ദേവി ഭഗവാന്റെ സങ്കല്പം ഉണ്ടായാൽ പിന്നെ വിഷമമുണ്ടോ? വന്ന് ശരണം പ്രാപിച്ചു എന്നാണ്. വരണവരൊക്കെ എല്ലാവരും വന്ന് താൻ എല്ലാ സുഖങ്ങളും അനുഭവിച്ച കൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയണു. പക്ഷേ തൻ്റെ പുത്രനോ യാതൊന്നും ആവശ്യമില്ലാണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വരണവർക്കൊക്കെ വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങളും കൊടുത്തിരിക്കണു. ഇങ്ങനെ മതിയോ? അതാണ് ആ ഓരോ സമയത്ത് തോന്നേണ്ടത് തോന്നുക, പറയേണ്ടത് പറയുക എന്നുള്ളത്. അത് എല്ലാം വേണ്ട പോലെ ദേവഹൂതിക്ക് ഉണ്ടായി എന്ന് പറയുകയാണ്. അച്ഛനോട് പറയേണ്ട സമയത്ത് അത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഭർത്താവിനോട് പറയേണ്ട വാക്കുകൾ ഭർത്താവിനോട് പറഞ്ഞു. ഇനി പുത്രനായിട്ടുള്ള ഭഗവാനോട് പറയേണ്ട വാക്കുകളും ദേവഹൂതി ദേവിക്ക് വേണ്ട പോലെ പറയാൻ സാധിച്ചു എന്ന് പറയുകയാണ്. എന്താ ദേവഹൂതി പ്രാർത്ഥിച്ചത്? അതാണ് തം ത്വാഗതാഹം ശരണം ശരണ്യം നിർവിണ്ണാനിതരാം ഭൂമൻ അസദിന്ദ്രിയതരീക്ഷണാൽ ഏന സംഭാവ്യമാനേന പ്രപന്നാന്തം തമപ്രഭോ തസ്യത്വം തമസോന്ധസ്യ ദുഷ്പാരസ്യാദ്യപാരകം സച്ചക്ഷുർജന്മനാമന്തേ ലബ്ധം മേ ത്വദനുഗ്രഹാൽ. ഉണ്ണി, അമ്മ നരകത്തിൽ വീഴാൻ പോണു എന്ന് പറയുകയാണ്. എന്താ അതിന് കാരണം? ഈ ഇന്ദ്രിയങ്ങളുടെ കീഴിൽപ്പെട്ടിട്ട് അവരെ എനിക്ക് സമ്മാനിച്ചതാണ് നരകം എന്ന് പറയുകയാണ്. ഇന്ദ്രിയങ്ങളോടുള്ള മോഹം കൊണ്ട് നമുക്ക് സംഭവിക്കണത് എന്താണ്? ഏന സംഭാവ്യമാനേന. ഇന്ദ്രിയങ്ങളെ സ്നേഹിച്ച് നമുക്ക് സംഭവിക്കണത് എന്താ? നരകാണ്. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് യാദ്യോ ഭഗവാൻ പുംസാമീശ്വരോ ഭഗവാൻ കില, അങ്ങനെയുള്ള ആ നരകത്തിൽ നിന്ന് അമ്മയെ രക്ഷിക്കണേ. തം ത്വാഗതാഹം ശരണം ശരണ്യം സുഹൃത്യ സംസാരതരോ കുഠാരം. അതില്ലാതെയാക്കാൻ അവിടുത്തേക്ക് ഒരു വിഷമവും ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള അവിടുന്ന് നമാമി സദ്ധർമ്മവിദാം വരിഷ്ഠം. അതിനമ്മ എന്ത് ചെയ്യണം അത് അമ്മയ്ക്ക് പറഞ്ഞു തരണേ എന്നാണ് ദേവഹൂതിയുടെ പ്രാർത്ഥന. ഭഗവാൻ അതാണ് ബഭാഷ ഈശൽ സ്മിതശോഭിതാനന. അത്രേ വേണ്ടൂ. ഭഗവാന്റെ ആ പുഞ്ചിരി ഒന്ന് കാണാറായാൽ മതി. പിന്നെ വഴികളൊക്കെ വളരെ വേഗം നമുക്ക് തുറന്ന് കിട്ടിക്കോളും എന്ന് കാണിക്കുകയാണ്. ആദ്യം നമുക്ക് കിട്ടേണ്ടത് അതാണ്. ഭഗവാന്റെ കാരുണ്യം നിറഞ്ഞതായിട്ടുള്ള ഒരു പുഞ്ചിരി അതാദ്യം തന്നെ ദേവഹൂതിക്ക് കിട്ടിക്കഴിഞ്ഞു. യോഗാധ്യാത്മിക പുംസമ്മതോ നിശ്രേയസായമേ. അമ്മ എന്നെ പറഞ്ഞുല്ലോ, പറയേണ്ടതും അറിയേണ്ടതും അമ്മ തന്നെ പറഞ്ഞു. മനസ്സിൻ്റെ കീഴിൽപ്പെട്ടു, ഇന്ദ്രിയങ്ങളുടെ കീഴിൽപ്പെട്ടു. ഇന്ദ്രിയങ്ങളുടെ കീഴിൽപ്പെടുന്നത് ആരാ? മനസ്സാ. അതുകൊണ്ടാണല്ലോ പിന്നെ ഇന്ദ്രിയ സുഖം അനുഭവിക്കണം എന്ന് തോന്നണത്. അപ്പം മനസ്സിൻ്റെ കീഴിൽപ്പെട്ട് ഇന്ദ്രിയങ്ങളുടെ കീഴിൽപ്പെട്ടിട്ടാണ് നരകം അനുഭവിക്കേണ്ടി വരണത്. എപ്പോൾ? ഇന്ദ്രിയ സുഖങ്ങളിൽ മനസ്സ് വയ്ക്കുമ്പോഴാണല്ലോ നരകം അനുഭവിക്കണത്. അതന്നെ അവിടെ തന്നെ പിടിച്ചു.
കപില വാസുദേവർ. അതുകൊണ്ടൊരു കാര്യം ചെയ്തോളൂ, ദുഃഖം തരണയിലാണ് മനസ്സ് വെക്കുമ്പോഴാണ് ദുഃഖം തരണത് എന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ എടുത്ത് സുഖം തരണയിൽ വയ്ക്കുക. അപ്പം എത്ര എളുപ്പമായി അമ്മേ. അതാണ് അഹം മമാഭിമാനോത്തൈ കാമലോഭാദിഭിർമലൈ ചേതഖൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. അതാണ് നമുക്ക് ദുഃഖം തരണത്, ബന്ധങ്ങൾ തരണത്, ഭയം തരണത് ആ വക വിഷയങ്ങളിൽ മനസ്സിനെ വെക്കണ സമയത്ത് നമുക്ക് ആ വക ശല്യങ്ങളൊക്കെ ഉണ്ടാവണു. എന്തിനാ അതിൽ മനസ്സ് വയ്ക്കണത്? നമുക്ക് സുഖം കിട്ടണേലേക്ക് മനസ്സ് വെച്ചൂടെ അമ്മേ? കാരണം ഇതിലൊക്കെ മനസ്സ് വെക്കണ സമയത്ത് അഹം മമ, ഞാൻ, എൻ്റെ എന്നുള്ള ഭാവങ്ങൾ വരികയാണ്. അപ്പം അതിൽ നിന്ന് അപ്പം പിന്നെ തുടരെ 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 ദുഃഖങ്ങളുടെ വിഷയങ്ങൾ, പലതരം വിഷയങ്ങൾ വരികയാണ് നമുക്ക് ദുഃഖം തരണതായിട്ടുള്ള. കാമം, ലോഭം, ക്രോധം, മനസ്സിലായിട്ടുള്ള അങ്ങനെയുള്ളതായിട്ടുള്ള പലതരം വിഷയങ്ങൾ വരികയാണ്. അപ്പം അതുകൊണ്ട് നിരന്തരം സ്വയം ജ്യോതിരണിമാനമഖണ്ഡിതം തഥാ പുരുഷാത്മാനം കേവലം പ്രകൃതേപരം. അതിനെ എടുത്ത് ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ വെച്ചാലോ? എങ്ങനെയാ ഭഗവാനിൽ വയ്ക്കുക? അങ്ങനെ നമുക്ക് എളുപ്പമാണോ? എങ്ങടോ ഒഴുകിപ്പോണ മനസ്സിനെ എടുത്ത് ഭഗവാനിൽ വയ്ക്കുക എന്നുള്ളത് എളുപ്പമാണോ? എളുപ്പമായവർ അത് കാണിച്ചു തരണവരുണ്ടാവും. നമ്മളൊരു രോഗം വന്നാൽ ആരുടെ അടുത്താണ് പോണത്? ഡോക്ടറെ അടുത്താണ് പോണത് അല്ലേ? അതുപോലെ നമുക്ക് ഈ സംസാര രോഗം മാറ്റിത്തരണതായിട്ടുള്ള സജ്ജനങ്ങളുണ്ട്. അവരുടെ അടുത്ത് പോയാലോ എത്ര എളുപ്പമാണ്. മതിരിഹ ഗുണസക്ത ബന്ധകൃ തേഷ്വസക്ത ത്വമൃതകൃതവരും ധേ ഭക്തിയോഗസ്തു തേഷാം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീ സതാം പ്രസംഗാൽ എന്നാണ്. സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് നമുക്ക് ഒരു വിഷമോ ഇല്ലാണ്ട് നമുക്ക് ആ മനസ്സിനെ നമ്മളുടെ കീഴിലാക്കാൻ പറ്റും എന്നാണ്. ഇന്ദ്രിയ ജയം എന്നുള്ള വലിയൊരു കാര്യമാണ്. വളരെ എളുപ്പമായിട്ട് കപിലവാസുദേവർ ഇവിടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യാറാവണം, എങ്ങനെ മനസ്സിനെ ജയിക്കണം. മതിരിഹ ഗുണസക്ത, അതോ പിന്നെ സതാം പ്രസംഗാൽ, ഇത് വേഗം സാധിച്ചെടുത്ത സജ്ജനങ്ങളുണ്ടാവും. അവർക്ക് വേറെ ഒന്നും പറ്റുകയില്ല. എങ്ങനെയാണോ മത്സ്യങ്ങൾക്ക് വെള്ളം വിട്ട് ജീവിക്കാൻ പറ്റില്ല അല്ലേ, അതുപോലെ നമുക്കൊക്കെ ശ്വാസം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ സജ്ജനങ്ങൾക്ക് ഭഗവാൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഭഗവാനെ സ്മരിക്കാണ്ട്, ഭഗവാന്റെ നാമം ജപിക്കാണ്ട്, ഭഗവാനെ വിചാരിക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. സതാം പ്രസംഗാൽ, അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ സംസർഗം നമുക്കുണ്ടായാൽ നമുക്ക് വളരെ വേഗം ആ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. എന്താ കാരണം? മമ വീര്യ സംവിദോ, അവരെ എപ്പോഴും ഭഗവാനെക്കുറിച്ചേ പറയുള്ളൂ. അതാണല്ലോ, നമ്മൾക്ക് സംസർഗം ഏതാണോ ആ വഴിക്കാണ്. നമ്മൾ ഏതിൻ്റെയാണോ ഗുണം കേൾക്കണത്, എപ്പോഴും മനസ്സ് നല്ലതിനെ സ്വീകരിക്കുന്നുള്ളൂ. നല്ലത് ഏതാ എന്ന് പറഞ്ഞു തരണത് നമ്മളുടെ കൂട്ടുകാരാ. അപ്പം അതിനെന്ത് വേണം? ഭഗവാനെ മാത്രം നന്നായിട്ട് സ്വീകരിച്ചവരുടെ ഒപ്പം കൂടിയാൽ നമുക്ക് ഭഗവാനെ കിട്ടും. വിഷയങ്ങൾ നല്ലതാണ് എന്നും പറഞ്ഞ് നമ്മളെ അതിലേക്ക് ചേർക്കണവരുടെ ഒപ്പം കൂടിയാൽ നമ്മൾ അങ്ങോട്ട് ഒഴുകും. സതാം പ്രസംഗാൽ, ഇവരെ സജ്ജനങ്ങൾ ഭഗവാനെ പറ്റി, ഭഗവാന്റെ ഗുണങ്ങളെ പറ്റി ഭവന്തി ഹൃൽ കർണരസായനാ കഥ, അതങ്ങനെ കേൾക്കാൻ തുടങ്ങിയാൽ അപ്പോഴാണ് നമുക്കതിൻ്റെ സുഖം മനസ്സിലാവുക. അത് കുറേശ്ശെ അല്ലേ, പനിയുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ, കഞ്ഞി കഴിച്ചോളൂ ക്ഷീണം മാറും, പനി മാറും എന്നൊക്കെ പറഞ്ഞാലും അച്ഛനമ്മമാരൊക്കെ എത്ര നിർബന്ധിക്കണം ഒരു ലേശം കഞ്ഞി കുടിക്കണം എന്നുണ്ടെങ്കിൽ. കാരണം വായ കഴിച്ചിട്ട് കഴിക്കാൻ പറ്റണില്ല. ഇതുമാതിരിയാണ് നാമം ജപിക്കാനും കഥ കേൾക്കാനും ഒക്കെ. ആദ്യം നല്ല വിഷമം തോന്നും. നിർബന്ധമായിട്ട് ഇരുന്ന് അതൊക്കെ കേൾക്കുക, നാമം ജപിക്കുക ഒക്കെ ശീലിച്ച് വന്നാലോ ഹൃൽകർണരസായനാ കഥ, അതൊക്കെ പരമാനന്ദമായിട്ട് തീരും. ധ്രുവനോട് നാരദ മഹർഷി പറയുന്ന ഒരു വാക്കുണ്ട്, പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതിയായ ആനന്ദമായിരിക്കും.
അതങ്ങനെ ക്രമേണ മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈർ മൈസുരസരിതോഖ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീ. ഹൃൽകർണരസായനാഹ, എല്ലാറ്റിനും മനസ്സിനും അത് കേൾക്കുമ്പോഴത്തെ ചെവിക്കും എല്ലാറ്റിനും നമുക്ക് അതിയായിട്ടുള്ള ആനന്ദം. അങ്ങനെ കേട്ട് ഭക്തി ശ്രദ്ധ രതി ഭക്തി അനുക്രമിഷ്യതി എന്നാണ്. പിന്നെ ഒരു വിഷമമുണ്ടാവില്ല. എത്രണ്ട് ഇതിന്ന് നമ്മൾ ഇതിലേക്ക് ലയിച്ചു പോണു. അതോട് കൂടിയിട്ട് പ്രകൃതി ഈ വിഷയങ്ങൾ നമ്മളിൽ നിന്ന് അല്ലേ, നമ്മൾ കിഴക്കോട്ട് സഞ്ചരിക്കേ വേണ്ടൂ, പടിഞ്ഞാറ് ഭാഗം നമ്മളിൽ നിന്ന് അകന്നേ പോയിക്കോളും. അതുകൊണ്ട് അതാണ് അവരെന്താ സജ്ജനങ്ങളുടെ സ്വഭാവം, എല്ലാറ്റിലും ഭഗവാനെ കാണുക, അവർ ചെയ്യണതൊക്കെ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക, എപ്പോഴും നാമസങ്കീർത്തനം, ഭഗവാനെ സ്മരിക്കുക. ഇതങ്ങോട്ട് ആവണതോട് കൂടിയിട്ട് പിന്നെ യോഗേന മയ്യ അർപ്പിതയാച്ച ഭക്തിയ മാം പ്രത്യഗാത്മാനമിവാ ഇഹാവരുന്ധേ. ഇവിടെ തന്നെ നമുക്ക് അതിയായിട്ടുള്ള ആനന്ദം, മോക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വെച്ച് അനുഭവിക്കാൻ കഴിയണ ആനന്ദമാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരൂ ഉണ്ണി എന്ന് ദേവഹൂതി പറയുന്നുണ്ട്, ഞാൻ എല്ലാം ആവും അവർക്ക്. പിന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കും ഭഗവാനോട്, ത്വമേവ മാതാച്ച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ക്രമേണ അതായിത്തീരും നമ്മളുടെ ബുദ്ധി. ഇപ്പം നമ്മൾ പറയുന്നത് കേട്ടില്ലേ, വല്ല സംശയവും തോന്നിയോ പാഞ്ചാലിക്ക്? ദുശാസനൻ വസ്ത്രം പിന്നെ അഴിക്കാൻ തുടങ്ങിയ സമയത്ത് വേറെ ഒരാളെ വിളിക്കണം എന്ന് തോന്നിയില്ലല്ലോ. എന്താ? അവിടുന്നാണ് ഭഗവാന് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന്. നല്ല 5 മഹാരഥന്മാരാണ് പാഞ്ചാലിയെ പോലെ 5 മഹാരഥന്മാരെ ഒരു ഭർത്താവായിട്ട് കിട്ടിയ വേറെ ഒരു സ്ത്രീ ഉണ്ടോ? ആ പാഞ്ചാലിക്ക് അങ്ങനെയുള്ള ഒരു ഭർത്താവിനെയും വിളിക്കണം എന്ന് തോന്നിയിട്ടില്ല. എന്താ കാരണം? അത്രമാത്രം യേഷാമഹം പ്രിയ ആത്മാ സുതശ്ച സഖാ ഗുരു സുഹൃദോ ദൈവമിഷ്ടം, എല്ലാം ഭഗവാനാണ് എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞിരിക്കണു. ഭജന്ത്യനന്യയാ ഭക്ത്യ താൻ മൃത്യോരതിപാരയെ. പിന്നെ അങ്ങനെയുള്ളവർക്ക് എന്ത് ദോഷ, എന്ത് ദുഃഖ, എന്ത് ഭയ വരണത്? പല തരത്തിലുള്ള 2-3 തരത്തിലുള്ള ദുഃഖമാണ് ഈ ലോകത്തിൽ. എല്ലാ തരത്തിലുള്ള ദുഃഖവും, ഒരു തരത്തിലുള്ള ദുഃഖവും പിന്നെ അവരെ ബാധിക്കാണ്ടാവും. കാരണം എല്ലാം എന്നിൽ പിന്നെ സമർപ്പിച്ചു കഴിഞ്ഞു, പിന്നെ എങ്ങനെയാണ് അവർക്ക് ദുഃഖം ഉണ്ടാവണത് എന്ന് പറയുകയാണ് ഭഗവാൻ. പിന്നെ ഈ ലോകം എന്ന് പറയുന്നത് പ്രകൃതിയോടാണ് നമുക്ക് ബന്ധം ഉണ്ടാവണത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായിരിക്കണത്? അതിൻ്റെ ആ ഒരു ഇത് പറയുന്നുണ്ട്, സാഖ്യയോഗം എന്ന് പറയും. എങ്ങനെയാണ് ഈ ലോകം തന്നെ 10-25 തത്വങ്ങളെ കൊണ്ടാണ് ഈ ലോകം ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടായത് ഭഗവാനിൽ നിന്നാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും അതെപ്പോഴാണ് ഇതൊക്കെ ജഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിലൊക്കെ നമ്മൾ ആനന്ദം കാണുന്നുണ്ട്. എങ്ങനെയാണ് അതിൽ ആനന്ദം കാണുന്നത്? എല്ലാറ്റിലും ഭഗവാന്റെ അംശം ചെന്നപ്പോഴാണ് അതൊക്കെ ചൈതന്യവത്തായിരിക്കുന്നത്. എന്തിനധികം ഈ ജഡാണെന്ന് പറയണ നമ്മളുടെ ശരീരം തന്നെ. അതാണ് സാഖ്യവും ജ്ഞാനവും. ഈ ശരീരം തന്നെ എപ്പോഴാണ് പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്? എല്ലാ അംഗങ്ങളും ഉണ്ടായി, പക്ഷേ അതിലൊക്കെ ഭഗവാന്റെ അംശം ഭഗവാൻ ഹൃദയത്തിൽ വന്നിരുന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കണ ഒരു ഹൃദയത്തിലല്ല, വേറെ എവിടെയോ ഒരു സ്ഥാനം ഉണ്ട് ഭഗവാന് നമ്മളുടെ ശരീരത്തിൽ. അവിടെയാണ് ഭഗവത് ചൈതന്യം. ആ ചൈതന്യം എല്ലാ ദിക്കിലും എല്ലാ അംഗങ്ങളിലേക്കും ചെന്നപ്പോഴാണ്, ആ ഭഗവാൻ അവിടെ വന്നിരുന്നപ്പോഴാണ് എല്ലാ അംഗങ്ങളും പ്രവർത്തിക്കാറായത് എന്ന് പറയുന്നുണ്ട്. ആ ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെയാ? അപ്പം ഇതിൽ ചൈതന്യവത്തായിട്ട് ഒന്നേ ഉള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ശരീരത്തെ സ്നേഹിക്കുക? ബുദ്ധ്യാ ബ്രഹ്മാഭിഹൃദയം നോദതിഷ്ഠത്തദാ വിരാട് രുദ്രോഭിമത്യാ ഹൃദയം നോദതിഷ്ഠത്തദാ വിരാട്. ഒരിക്കലും കാല് ചലിച്ചില്ല, കണ്ണ് ചലിച്ചില്ല, കയ്യ് ചലിച്ചില്ല, ഒന്നുമില്ല. ഭഗവാൻ വന്നിരുന്നപ്പോഴാണ് ചലിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ ആരെ മാത്രമേ സ്നേഹിക്കണ്ടൂ?
ഈ ശരീരത്തിനെ അവിടെ ഞാൻ എന്ന് പറഞ്ഞതൊന്നുമില്ല എന്ന് അതൊക്കെ ആലോചിച്ചുണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. അതിനേക്കാളും ഒക്കെ എളുപ്പം എന്താ? ഭഗവാനെ സർവാത്മനാ സ്നേഹിക്കുക. അതാണ് ധ്യാനം എന്നുള്ളത്. അതുകൊണ്ട് ധ്യാനം കണ്ണടച്ച് ബുദ്ധിമുട്ടി ധ്യാനിക്കൊന്നും വേണ്ട എന്ന് ഗോപസ്ത്രീകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ കണ്ണടച്ച് ധ്യാനിച്ചിട്ടില്ല, അവർ മനസ്സുകൊണ്ട് ഭഗവാനെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഒരു പ്രവൃത്തിയും അവർ വേണ്ടാന്ന് വെച്ചിട്ടില്ല. ഇനി ധ്യാനിക്കുകയാണെങ്കിലോ ഇതാ അഷ്ടാംഗ ഹൃദയം, 8 തരത്തിലുള്ള ആ യമം നിയമം പ്രാണായാമം, യമം നിയമം ആസനം, പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി, അതാണ് അഷ്ടാംഗയോഗം. അതിൽ കൂടിയിട്ട് മനസ്സിനെ ഇളകാതാക്കി എങ്ങനെ ഭഗവാനെ ധ്യാനിക്കാം എന്ന് പലയിടത്തും സജ്ജനങ്ങൾ പറയുന്നുണ്ട്. ക്രമേണ അത് സ്വായത്തമാക്കാം അല്ലേ? ധ്രുവൻ്റെ കഥയിലൊക്കെ ആ ധ്യാനം അങ്ങോട്ട് അത് ചെയ്യണവരെന്നെ പറയുന്നുണ്ട്. അതങ്ങോട്ട് ശരിയായാൽ പിന്നെ അപാരമായിട്ടുള്ള ആനന്ദമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് സ്വായത്ത ആവണ്ടേ, മനസ്സ് ഇളകാണ്ടേ ആവണ്ടേ. എന്നാൽ അത് അതിമനോഹരം തന്നെയാണ്. അതിനേക്കാളും വാഴോന്ന് ഭക്തശിരോമണി വാഴോന്നൊക്കെ പറയണത് ഇങ്ങനെയുള്ള പ്രാണായാമമൊക്കെ അഭ്യസിക്കണമെങ്കിൽ നല്ലൊരു ഗുരുനാഥൻ വേണം. അത്രയും ആവശ്യമില്ല. നമ്മൾ വെറുതെ കണ്ണടച്ചിരുന്ന് ഭഗവാനെ ധ്യാനിക്കാൻ ശ്രമിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ ഉള്ളിൽ ധ്യാനിക്കാൻ തുടങ്ങിയാലോ വെണ്ണകട്ടമ്മയെ പേടിച്ചോടിത്തേടേണ്ട മറ്റിടം എൻ ചിത്തമാം കൂരിരുളിൽ ഒളിക്കാം നന്ദനന്ദന. അങ്ങനെയുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്നാൽ ഭഗവാനെ ധ്യാനിച്ച് നമ്മുടെ ഹൃദയമാകുന്ന ആ സിംഹാസനത്തിന്മേൽ ഭഗവാനെ കൊണ്ടുവന്നിരുത്തി എന്നിട്ട് ഭഗവാനെ നല്ലോണം അലങ്കരിക്കണതായിട്ട്, ആ കുഞ്ഞി കയ്യിൽ വെണ്ണ കൊടുക്കണതായിട്ട്, അതിൻ്റെ ഇടയിൽ ഭഗവാന്റെ തൃപ്പാദത്തിൽ ഒരുപാട് രേഖകൾ, സഞ്ചിന്തയിൽ ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശ ധ്വജ സരോരുഹലാഞ്ഛനാഢ്യം, എത്ര രേഖകളാണ്, 19 രേഖകളുണ്ടെന്നാണ് പറയണത്. അങ്ങനെ ഓരോന്നും അതൊക്കെ ചിന്തിച്ച് അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ തന്നെ നമ്മളുടെ മനസ്സ് എവിടെ പോവാനാ? ലേശേ ഒന്ന് ശ്രദ്ധിക്കണ്ടു നമ്മളുടെ മനസ്സിന് ഭഗവാനിൽ ഏകാഗ്രത കിട്ടാൻ. പ്രിയായ പാണിസ്പരിശാക്ഷമാഭ്യം, ആ ഭഗവാന്റെ ആ പാദിങ്ങനെ തലോട്ടണ സമയത്ത് എന്തു മൃദുവായിട്ടാ. ഗോപസ്ത്രീകൾ പറയണില്ലേ, അയ്യോ ഈ പാദം വെച്ച് അവിടുന്ന് കാട്ടിൽ ഓടി നടക്കരുതേ എന്ന് ഗോപസ്ത്രീകൾ പറയുന്നുണ്ട്. അവർക്ക് നല്ലോണം അറിയാം ഭഗവാന്റെ പാദം തലോടിയതുകൊണ്ട് എത്ര മനോഹരമായിട്ടുള്ളതാണ് എന്ന്. ഭഗവാന്റെ ആ തിരുമുഖം അങ്ങനെ ഓരോ അംഗപ്രത്യംഗം, കേശാദിപാദം പാദാദികേശം. നേരം പോയതുകൊണ്ടാണ് കേട്ടോ വേഗം പറയണത്. പറഞ്ഞു തുടങ്ങണതിൻ്റെ മുമ്പ് നേരം ഓടും. പിന്നെ അങ്ങനെ ഓരോന്നും തസ്യാവലോകമധികം കൃപയാതിഘോരതാപത്രയോപശമനായ നിസൃഷ്ടമക്ഷ്ണോ. ഭഗവാന്റെ ആ കടാക്ഷത്തിൻ്റെ മാധുര്യം, കമലദളം, താമരപ്പൂവിൻ്റെ ഇതള് പോലെ അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ തൃക്കണ്ണുകൾ ഭഗവാൻ ഭക്തന്മാർക്ക് മാത്രമേ അത് കാണിച്ചു കൊടുക്കുള്ളൂ എന്നാണ് പറയണത്. അപ്പം നമ്മൾ ആദ്യം ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാന്റെ മന്ദഹാസത്തിൻ്റെ മാധുര്യം, കടാക്ഷത്തിൻ്റെ മാധുര്യം, ഇതൊക്കെ ഒന്ന് നല്ലോണം കാണിച്ചു തരണേ എന്നല്ലേ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനോട്. അപ്പം അതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ രൂപം. ധ്യാനായനം പ്രഹസിതം, ഭഗവാന്റെ ചിരികൾ ഓരോ സമയത്ത്, ഗോപസ്ത്രീകളോടുള്ള അതിമനോഹരമായിട്ടുള്ള മന്ദഹാസം, ഗോപന്മാരോടൊപ്പം കളിക്കണ സമയത്തുള്ള മന്ദഹാസം, ദുഷ്ടന്മാർ തൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവരോടുള്ള ഒരു പ്രത്യേക മന്ദഹാസം, ഇതൊക്കെ അങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയാൽ എവിടെയാ നമ്മൾ ഇല്ലേ? അല്പസമയം നമ്മളിങ്ങനെ അതിനെ പറ്റിയിട്ട് പറയുമ്പോഴേക്ക് തന്നെ നമ്മളുടെ മനസ്സ് കൂടുതൽ 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 ഭഗവാന്റെ രൂപത്തിലേക്ക് വരണില്ലേ? അപ്പോൾ ഇത് ശരിക്കും ആലോചിച്ചാൽ നമ്മൾ ലേശമൊന്ന് ശ്രദ്ധിക്കുകയേ വേണ്ടൂ. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ധ്യാനം ഉറച്ചാൽ പിന്നെ ഈ ശരീരം തന്നെ വീണു പോണത് അറിയില്ല എന്നാണ് പറയണത്. പിന്നെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവാം. പക്ഷേ ഇതിനേക്കാളും ഒക്കെ സുഖമാണ് ഭഗവാന്റെ നാമം ജപിക്കലും കഥ പാടലും ആയിട്ടുള്ള ഒരു ഭക്തി ഉണ്ടല്ലോ. അതും
പക്ഷേ ആ ഭക്തി എങ്ങനെ വേണം? മൽഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശയേ മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംഭസോംബുധവും. അതിമനോഹരമായിട്ടുള്ള ഒരു അതിയായിട്ടുള്ള രതിഭാവം, പ്രേമഭാവം നമുക്ക് ഭഗവാന്റെ കഥകൾ കേട്ട് 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 ഉണ്ടാവും. അതെങ്ങനെയുള്ളതാവണം? ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം അഹൈതുക്യവ്യവഹിത യാ ഭക്തി പുരുഷോത്തമേ. ആഹൈതുകിയാവണം എന്ന് പറയുകയാണ്. നമ്മൾ ഭഗവാനെ സേവിക്കും തോറും അത് ഭഗവാനെ സേവിക്കാൻ മാത്രമുള്ളതാവണം എന്ന് പറയുകയാണ് കപിലവാസുദേവർ. അമ്മേ, യാതൊരു മോഹമില്ലാണ്ടുള്ള ഭഗവാനോടുള്ള ആ പ്രേമഭാവത്തിന് തന്നെ ഒരു സുഖം കൂടുതലില്ലേ? അല്ലെങ്കിൽ എവിടെയോ പോവുക അതിൻ്റെ സുഖം വേറെ എന്തിനോ വേണ്ടിയിട്ടാണ് ഇല്ലേ? ആലോചിച്ച് നോക്കൂ, എത്ര മോശമാണത്. നമ്മളിപ്പോൾ ഒരാളെ കാണാൻ പോണത് നമ്മൾ ഒരാവശ്യമില്ലാണ്ടുള്ള ചിലവരോടൊരു സ്നേഹം നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, വെറും സ്നേഹം മാത്രം. അങ്ങനെയുള്ള സ്നേഹവും നമുക്കുണ്ട്. അതിൻ്റെ ഒരു സുഖം ആലോചിച്ച് നോക്കൂ. അത് ഭഗവാനോടാണെങ്കിലോ? അപ്പോൾ ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനോട് ആ ഒരു സുഖം ഉണ്ടാവണം. അതെങ്ങനെയാണ്? സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപ്യ ഈകത്വമപ്യുത. ഭഗവാൻ പരീക്ഷിക്കും, നിനക്ക് എന്തിനാ വേണ്ടിയിട്ടാണ് നീ എന്നോട് ലോക്യം കൂടി വരണത്? വൈകുണ്ഠത്തിൽ വരാനാണോ? അതോ എല്ലാവിധ പലതരം ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അതോ എൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ? പല ചോദ്യങ്ങളും ചോദിക്കും. പൃഥുവിനോട് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, എന്നെ അങ്ങനെയൊന്നും ചോദ്യം ചോദിച്ച് മോഹിപ്പിക്കരുതേ എന്ന് പറഞ്ഞു പൃഥു. നമുക്കും അങ്ങനെ പറയാറാവണം. യാതൊന്നിനും വേണ്ടിയിട്ടല്ലേ ഗുരുവായൂരപ്പ എന്ന് പറയാറാവണം നമുക്ക്. അങ്ങനെ എല്ലാറ്റിലും ഭഗവാനെ കണ്ട അഥമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേദാനമാനാഭ്യാം മൈത്ര്യാഭിന്നേന ചക്ഷുഷ. എല്ലാവരിലും ഭഗവാനെ കണ്ട് ആ ശാന്തഭാവത്തിൽ ആ അതിയായ രൂഢമൂലമായ ആ പ്രേമഭാവം അപ്പം നമുക്കുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഭക്തി സമ്പാദിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? ഇത്രയ്ക്കൊക്കെ എളുപ്പമായിട്ട് ഇത്രയ്ക്കൊക്കെ സുഖമാണ്. അങ്ങനെ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ എന്താ ഭയപ്പെടാനുള്ളത്? മൽഭയാദ്വാദിവാദോയം സൂര്യസ്തപതി എൽഭയാൽ. ഭഗവാനെ പേടിച്ചിട്ടാണ് എല്ലാം ഭഗവാന്റെ കീഴിലാണ്. ഏറ്റവും വലിയ ആളാണ് എൻ്റെ ഭർത്താവ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരെങ്കിലും പേടിക്കണോ? പിന്നെ എനിക്കെന്തെങ്കിലും ദുഃഖം ഉണ്ടാവണോ? ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണില്ല. ഇതാണ് മഹാലക്ഷ്മിയും പറയണത് പഞ്ചമത്തിൽ അല്ലേ. ജഗൽപതി, യജ്ഞപതി, എല്ലാറ്റിൻ്റെയും പതിയാണ് ഭഗവാൻ. ആ ഭഗവാനെ എന്തുകൊണ്ട് നമുക്ക് ഇത്രയ്ക്കൊക്കെ മനസ്സിലായിട്ടും ഭഗവാനെ സ്നേഹിക്കാൻ പറ്റണില്ല? ബുദ്ധി വേണ്ട പോലെ തെളിഞ്ഞിട്ടില്ല. അത് തന്നെ. പണ്ട് സജ്ജനങ്ങൾ എന്താ പറയുക, കുട്ടികളായിരിക്കുമ്പോൾ സജ്ജനങ്ങൾ എന്തായാലും അച്ഛനമ്മമാർ തൻ്റെ കുട്ടികൾ അമ്പലത്തിൽ പോകുമ്പോൾ മന്ത്രങ്ങളൊന്നും ചൊല്ലി തൊഴാറായിട്ടില്ലെങ്കിൽ എന്താ പറയുക? ബുദ്ധി നന്നാക്കണേ എന്ന് പ്രാർത്ഥിക്കാനാ പറയുക. ഇത്രേ പ്രാർത്ഥിക്കാൻ പറയുള്ളൂ. നല്ല ബുദ്ധി തോന്നണേ എന്ന് പ്രാർത്ഥിച്ച് നമസ്കരിക്കാനാ പറയുക. അതിൽ വലിയൊരർത്ഥമുണ്ട്. ഏറ്റവും നല്ലോണം ബുദ്ധി വേണ്ട പോലെ അങ്ങോട്ട് നന്നായി കഴിഞ്ഞാൽ പിന്നെ അതിന് ഈ എത്തേണ്ട ഇടത്ത് എത്തും എന്ന് കാണിക്കുകയാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ദുഃഖം മാത്രമായിരിക്കും നമ്മളുടെ കൈമുതൽ എന്ന് പറയുകയാണ്. ജനിക്കണത് ദുഃഖമല്ലേ? കുട്ടിക്കാലത്ത് എന്തൊക്കെ ദുഃഖം ഈശ്വര, ഓരോ കുട്ടികളുടെ പ്രാരബ്ധം നമ്മൾ കാണുന്നില്ലേ? എന്തൊക്കെ തരത്തിലുള്ള ദുഃഖങ്ങൾ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നു. വിദ്യാഭ്യാസ കാലത്ത് അല്ലേ, അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ജോലി ചെയ്യണ കാലത്ത്, വിവാഹം, ഓരോ കാലത്തും ഈശ്വര അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാണ്ടിരിക്കുക ഭേദം. ദുഃഖങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ ഇപ്പം തന്നെ കാണില്ലേ, നമ്മളുടെ പെൺകുട്ടികൾക്കൊന്നും വിവാഹമേ വേണ്ട എന്ന് പറയുന്നു. പണ്ടൊക്കെ കുട്ടികൾക്ക് പിന്നെ അതാത് പ്രായം വന്ന അച്ഛനമ്മമാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇനിയൊരു വിവാഹമൊക്കെ ആവാം വിചാരിച്ച് അതൊരു കേമാണ്, അതൊരു സുഖമാണ് എന്നൊക്കെ വിചാരിച്ച് പുറപ്പെടുക പതിവ്. ഇപ്പം പെൺകുട്ടികളും ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി എനിക്ക് വിവാഹം വേണ്ട, ഞാൻ പറയാം വേണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. എന്താ പറയാൻ കാരണം? അവർക്ക് തന്നെ വിശ്വാസമില്ലാണ്ടായി. ഇതെവിടെയായി വിവാഹം കഴിഞ്ഞാൽ സുഖം കിട്ടുന്നപ്പോൾ എന്താ ഉറപ്പ്? ഇതുപോലെ അങ്ങോട്ട് കഴിഞ്ഞാൽ പോരെ എന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയില്ലേ? അപ്പം അതാണ്. ഇനി വയസ്സായാലോ, ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അടുത്ത ഒരു ഇതിൽ സുഖം കിട്ടും. ജോലി വല്ലാണ്ട് ചെയ്യുമ്പോൾ വിചാരിക്കുക
റിട്ടയറായ സുഖം കിട്ടും. പറയണ കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയൂത്രേ, തിരുമേനി എനിക്ക് ഗുരുവായൂർ വന്ന് കുറച്ച് ദിവസം ഭജിക്കണം, റിട്ടയർ ആവട്ടെ, ജോലി വിട്ട് വരാൻ വയ്യല്ലോ എന്ന് പറഞ്ഞിരുന്നു അത്രേ. അത് കഴിഞ്ഞ് കുറച്ച് കാലത്തിന് അദ്ദേഹത്തിനെ കണ്ടേയില്ല. അത് കഴിഞ്ഞ് കണ്ടപ്പോൾ ചോദിച്ചു അത്രേ, എന്താ ഇപ്പം ഗുരുവായൂർക്കൊന്നും വരുന്നില്ലേ ചോദിച്ചു അത്രേ. എൻ്റെ തിരുമേനി ഒന്നും പറയണ്ട, റിട്ടയർ ആയപ്പോൾ ഒട്ടും നേരം ഇല്ലാണ്ടായി എന്ന് മറുപടി പറഞ്ഞു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും, ഓരോ ഘട്ടം കഴിയും തോറും പ്രാരബ്ധം കൂടുക നമുക്ക് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ പിന്നെ വയസ്സായി വയ്യായി രോഗങ്ങളായി പറയാനുണ്ടോ? നേരെ മറിച്ച് കുട്ടിക്കാലത്തെ ഭഗവാനെ കുറേശ്ശെ 10 നാമം ജപിച്ച് സേവിച്ചാലോ? വയ്യാണ്ട് ഓരോ ദിക്കിൽ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് അതൊക്കെ ശീലിച്ചവർക്കേ അത് പറയാൻ തന്നെ പറ്റുള്ളൂ. രമണ മഹർഷി പറഞ്ഞു അത്രേ, ICU എന്ന് വിചാരിക്കേണ്ട സമയമാണെന്ന്. ICUയിൽ കിടക്കുമ്പോഴേ എന്താ വിചാരിക്കേണ്ടത്? ഞാൻ അങ്ങേ കാണുന്നു എന്നാണ്. വെറുതെ കിടക്കുകയല്ലേ? ഗുരുവായൂരപ്പനെ കണ്ടൂടെ? ഗുരുവായൂരപ്പൻ്റെ 10 നാമം ജപിച്ചുകൂടെ? അതൊന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൂടെ? അപ്പം അത് പറയാറാവണം എന്നുണ്ടെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ആരെയും കാണുന്നില്ലല്ലോ എന്നുള്ള സങ്കടമല്ലേ അപ്പം എല്ലാവർക്കും ഉണ്ടാവാറുള്ളത്. ബന്ധുക്കൾക്കാണെങ്കിൽ ആർക്കും അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റണില്ലല്ലോ എന്നുള്ള സങ്കടം. കിടക്കണ ആൾക്കാണെന്നുണ്ടെങ്കിൽ ബന്ധുക്കളെയൊന്നും കാണാൻ പറ്റണില്ലല്ലോ എന്നുള്ള സങ്കടം. അത് കഴിഞ്ഞ് അതൊക്കെ അടുത്തതിന് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയാൽ സമാധാനം ഉണ്ടോ? ഇല്ല. ആർക്കും ശുശ്രൂഷിക്കാൻ നേരമില്ല. എത്ര ദിവസം എല്ലാവരും അടുത്ത് തന്നെ നിന്ന് ശുശ്രൂഷിക്കും? എന്തൊക്കെ ജോലി ഉണ്ടാവുമോ അവർക്ക്? അപ്പോൾ ഇങ്ങനെ മരിക്കുമ്പോൾ സന്തോഷമുണ്ടോ? ഒക്കെ വിട്ട് പോവുകയാണ്. എൻ്റെ എന്ന് വിചാരിച്ചുള്ള സാധനങ്ങളാണ് മുമ്പിലൊക്കെ. അതൊക്കെ വിട്ടങ്ങോട്ട് പോകുമ്പോൾ ആർക്കെങ്കിലും സന്തോഷമുണ്ടോ? ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോണു എന്ന് വിചാരിച്ച് സന്തോഷം. പണ്ട് ഏതോ ഒരു മേശാന്തി പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട് ഗുരുവായൂർ. അദ്ദേഹം വയ്യാണ്ടയായിട്ട് മേശാന്തി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ അദ്ദേഹത്തിന് അസുഖം വന്ന് ഇല്ലത്ത് വന്ന് കിടക്കുമ്പോൾ പറഞ്ഞു അത്രേ, നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് വന്നത്, ഞാൻ ഗുരുവായൂർക്കാണ് തിരിച്ചു പോണത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയാറാവണമെങ്കിൽ അതിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വേണം, ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിനെന്ത് വേണം? ഭഗവാനെ മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ. അപ്പോഴേ മൈസുര സരിതോഖ പ്രഖ്യചിത്താനുവൃത്തി. ആ ഗംഗയുടെ ഒഴുക്ക് പോലെയുള്ള ഒരു ഒഴുക്ക് നമ്മളുടെ മനസ്സിന് ഭഗവാനിലേക്ക് ഉണ്ടായാൽ അപ്പം നമുക്ക് എത്ര വയ്യാണ്ട് കിടക്കുകയാണെങ്കിലും നമുക്ക് അപ്പം നാമം ജപിക്കാൻ സാധിക്കും. തസ്മാന്ന കാര്യ സന്ത്രാസോ ന കാർപ്പണ്യം ന സംഭ്രമ. നല്ല നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പോണവരുണ്ട്, വെറുതെയാണേ, അതുകൊണ്ടും കാര്യമില്ല. എന്താ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് പറയുന്നുണ്ട്. ആ പുണ്യം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോരണം. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഭഗവാനെ സേവിച്ച് ഭഗവാനിൽ പൂർണ്ണ ഭക്തി സമ്പാദിക്കുകയാണ് അമ്മേ വേണ്ടത്. ഇതൊന്നും കേട്ട് പരിഭ്രമിക്കണ്ട. ആ വേണ്ട പോലെ നമ്മൾ ബുദ്ധ്വാ ജീവഗതിം ധീരോ മുക്തസംഗശ്ചരേതിഹ. ആ ധൈര്യമായിട്ട് ഭഗവാനുണ്ട് എനിക്ക്, ഞാൻ ഭഗവാന്റെ പാദമാണ് ആശ്രയിച്ചിരിക്കണത് എന്നുള്ള ഒരു ധൈര്യം മനസ്സിനുണ്ടായാൽ പിന്നെ എന്തിനാ പേടിക്കണത്? ധീര എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. സമാധാനമായിട്ട് നമ്മൾ പേടിക്കേണ്ട. അപ്പം അമ്മ പറയാറില്ലേ, ടിക്കറ്റ് എടുത്ത് വണ്ടിയിൽ കയറിയാൽ പിന്നെ എന്തിനായി പരിഭ്രമിക്കണത്? ബാഗും സാധനങ്ങളും ഒക്കെ ഒരു ദിക്കിൽ വെച്ചിട്ട് സമാധാനമായിട്ട് കാറ്റും കൊണ്ട് അവിടെ ഇരുന്നാൽ പോരെ, എത്തേണ്ട ഇടത്ത് എത്തില്ലേ എന്ന് പറയുന്നുണ്ട് അമ്മ. അപ്പം അതന്നെയാണ് നമുക്ക് ഇവിടെയും പറയുന്നത്. തസ്മാന്ന കാര്യസന്ത്രാസോ ന കാർപ്പണ്യം ന സംഭ്രമ ബുദ്ധ്വാ ജീവഗതിം ധീര മുക്തസംഗശ്ചരേതിഹ. ഭഗവാനാണ് എല്ലാം എന്നുള്ള ഭഗവാന്റെ എന്താ പറയണ്ടേ, ഇച്ഛയാണ്, അതാണ് എല്ലാം സംഭവിക്കുന്നത് എന്നുള്ള സമാധാനത്തിൽ ഭഗവാനെ തന്നെ ആശ്രയിച്ചാൽ പിന്നെ ഭയപ്പെടാനില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മേ ഇനി എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ടോ എന്നങ്ങോട്ട് ചോദിച്ചപ്പോൾ പാദത്തിൽ വീണങ്ങനെ നമസ്കരിച്ചു. നാമധേയ ശ്രവണാനുകീർത്തനാൽ. അവിടുത്തെ ഒരു നാമം കേട്ടാൽ മതി, അതിനെ ഒന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ സാധിച്ചാൽ മതി. അങ്ങനെയുള്ള അവിടുത്തെ ഗർഭം ധരിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ അവിടുന്ന് ഗർഭം ധരിക്കണു
അല്ലേ? ഭഗവാന്റെ ഉള്ളിലാണ് ഇത് മുഴുവൻ. അങ്ങനെയുള്ള അവിടുത്തെ എനിക്ക് ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്താൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ ഇനി ഭയപ്പെടാനുള്ളത്? അപ്പം എനിക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളൊക്കെ അവിടുന്ന് വെച്ച് തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാക്കൽ വീണങ്ങനെ നമസ്കരിച്ചത്. അമ്മ ഇനി എന്നെ കണ്ടുകൊണ്ട് കണ്ണങ്ങടെ അടച്ചോളൂ എന്ന് പറഞ്ഞ് അമ്മയെ സമാധിയിൽ അങ്ങോട്ട് ഇരുത്തി അമ്മയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് കപില വാസുദേവര് അദ്ദേഹം യാത്രയായി എന്ന് പറഞ്ഞു. അവിടെയോ ദേവഹൂതിക്ക് സിദ്ധപദം അവിടെ ഇരിക്കണതായിട്ടുള്ള ദേവഹൂതി കണ്ണടച്ചതോട് കൂടിയിട്ട് എത്രയായാലും തൻ്റെ പുത്രൻ എന്നുള്ള അതിയായിട്ടുള്ള ഒരു വാത്സല്യം ഒരമ്മയ്ക്ക് ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അപ്പം മനസ്സിൻ്റെ ഒരു ഒഴുക്ക്, ഒരു നിലയ്ക്ക് പറഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധം ഇല്ലാത്തതാണ് നമുക്ക് കുഴപ്പം. നമ്മൾ ഒരു നിലയ്ക്ക് ഗോപസ്ത്രീകൾക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം അതാണ്. യശോദമ്മയ്ക്കും ഒക്കെ കിട്ടിയത് എൻ്റെ ഉണ്ണി എന്ന് കാണാൻ പറ്റും, എൻ്റെ ഭഗവാൻ എന്ന് കാണാൻ പറ്റും എന്നൊക്കെ അവർക്ക് ഒരു അതിയായിട്ടുള്ള സ്നേഹബന്ധം വന്നു. അപ്പം അത് തന്നെയാണ് അവിടെ ദേവഹൂതിക്കും. അങ്ങനെ തൻ്റെ ഉണ്ണിയെ തന്നെ മനസ്സിൽ സങ്കല്പിച്ചും കൊണ്ട് ആ ശരീരം അങ്ങോട്ട് തീർത്ഥമായിട്ടൊഴുകി എന്നാ പറഞ്ഞ, ഭഗവാനിൽ ലയിച്ച ശരീരം തീർത്ഥമായി ഒഴുകിയത് എല്ലാവർക്കും കാണാൻ സാധിച്ചു. ഇപ്പോഴും ആ സ്ഥലത്ത് ചെന്നാൽ തന്നെ ആ വക സിദ്ധികളൊക്കെ നമുക്കുണ്ടാവും. സിദ്ധപദം എന്നാണ് ആ സ്ഥലത്തിന് പറയുക എന്ന് പറഞ്ഞു. സിദ്ധചാരണ ഗന്ധർവൈർ മുനിഭിശ്ചാപ്സരോഗണൈ സ്തൂയമാന സമുദ്രേണ ദത്താരുഹണ നികേതന. പലരും കപിലവാസുദേവര് തപസ് ചെയ്ത സ്ഥലമാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും കാണാൻ പോകുന്നുണ്ട്. ഏതായാലും സമുദ്രം കൊടുത്ത ആ സ്ഥലത്താണ് കപിലവാസുദേവര് ഇന്നും ലോകത്തിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ വേണ്ടിയിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കണു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളതാ ആ ഭഗവാന്റെ കഥ. യൈതമനുസൃണോദിയോഭിധത്തെ കപിലമുനേർമതമാത്മയോഗഗുഹ്യം ഭഗവതി കൃതധീ സുവർണകേതാവുപലഭത്തെ ഭഗവത്പദാരവിന്ദം. ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ കഥ, എങ്ങനെ ഭക്തി ഉണ്ടാവും, ഭക്തിയുടെ മാധുര്യം, ഇതൊക്കെ പറയണ കേട്ടാലേ നമുക്കതിനോടൊരു മോഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഭക്തി നിറഞ്ഞതായിട്ടുള്ള കഥകൾ വീണ്ടും വീണ്ടും കേട്ട് ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി, ആ ഭക്തി ഉണ്ടാവുക എങ്ങനെയാ അതും പറഞ്ഞു. സതാം പ്രസംഗാൽ, സജ്ജന സംസർഗം കൊണ്ടാണ് എളുപ്പമായിട്ട് ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ സജ്ജന സംസർഗം, ഭഗവത് ഭക്തി, ഇതൊക്കെ അനുഗ്രഹിച്ച് തരാൻ മഹാഗണപതിയെ മടിയിലിരിക്കണതായിട്ടുള്ള ഉണ്ണിക്കണ്ണനോട് സജ്ജനങ്ങളോട് ഒക്കെ പ്രാർത്ഥിച്ചും കൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.